നിന്ന് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ കൊച്ചിയിലെ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിലെ മാച്ച് നമ്പർ 16 ഫോർസ കൊച്ചി FC നേരിടുന്നു കാലിക്കറ്റ് FCയെ. നിലവിലുള്ള ടൂർണമെന്റിലെ നിലവിലുള്ള ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC ഒരേ മത്സരം കളിക്കുകയാണ്. കളി ആരംഭിക്കുന്നു. DD മലയാളത്തിലും sports.com-ലും തത്സമയം. സൂപ്പർ ലീഗ് കേരള സീസൺ 2 മാച്ച് നമ്പർ 16. ആദ്യ മുന്നേറ്റം തന്നെ. കാലിക്കറ്റിന് ഗോൾ അടിക്കാൻ പറ്റിയ ഒരു ക്രോസ് ആണ് ക്യാപ്റ്റൻ പ്രശാന്ത് നൽകിയത് വലതു വിങ്ങിൽ നിന്നും. വീണ്ടും കാലിക്കറ്റ് മുന്നേറ്റം. നല്ലൊരു അവസരം. വീണ്ടും ഒരു ഓപ്പൺ ചാൻസ് ആണ് കാലിക്കറ്റിന് കിട്ടുന്നത്. 2ാമത്തെ മിനിറ്റിൽ 2ാമത്തെ അവസരം. ഇപ്പോഴും ആ ഇടതു വിങ്ങിൽ നിന്നുള്ള ഒരു ഗോൾ ചാൻസ് ആണ്. ഇടതു വിങ്ങിലൂടെ കിട്ടുന്ന ഒരു അവസരമാണ്. വീണ്ടും കാലിക്കറ്റ് മുന്നേറ്റം. പ്രശാന്ത് ഗോൾ നമ്പർ 1 മുഹമ്മദ് അഫ്സൽ. പ്രശാന്ത് മുഹമ്മദ് അഫ്സൽ കോമ്പിനേഷൻ സ്ട്രൈക്സ് ഫോർ കാലിക്കറ്റ്. ഇടതു വിങ്ങിൽ നിന്നും ഒരു മിന്നൽ പിണർ പോലെ വന്ന് ക്യാപ്റ്റൻ പ്രശാന്ത് നൽകിയ ക്രോസിൽ കാൽ തൊടുക്കുന്നു മുഹമ്മദ് അഫ്സൽ. വീണ്ടും കാലിക്കറ്റ് ഒരു ത്രൂ ബോൾ ആണ്. ഗോൾ നമ്പർ 3. നമ്മൾ പറഞ്ഞു ബഹുവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിടുന്ന ഫോർസ കൊച്ചി ഡിഫൻസിന്റെ അവശതകളിലേക്ക് ഒരാണി കൂടി അടിച്ചു കയറ്റുകയാണ് മുഹമ്മദ് അഫ്സൽ. ഒരാണി കൂടി അടിച്ചു കയറ്റി എന്നാണ് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. അനായാസം ഡിഫൻസും ഗോൾ കീപ്പറും തമ്മിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ പോയതിന്റെ ഫലമാണ് വീണ്ടും ഒരിക്കൽ കൂടി ഫോർസ കൊച്ചി അനുഭവിക്കേണ്ടി വരുന്നത്. ആസിഫിലേക്ക് ഒരു പന്ത് വരുന്നു. ആസിഫിന്റെ ക്രോസ്. പ്രശാന്ത്. Brilliant! What a goal! Prashant, quality! And here number 4. Goal number 4. Replay കാണിക്കുന്നതിനിടയിൽ മുഹമ്മദ് അഫ്സലിന്റെ ഹാട്രിക് പൂർത്തിയാക്കിയിരിക്കുന്നു. സൂപ്പർ ലീഗ് കേരളയിലെ ആദ്യ ഹാട്രിക്കിനുടമയായിരിക്കുന്നു കോഴിക്കോട് താമരശ്ശേരിക്കാരൻ. സോ 4 ഗോളുകൾ കണ്ട് ആദ്യ പകുതി അവസാനിക്കുകയാണ്. സൂപ്പർ ലീഗ് കേരള 2ാം സീസണിന്റെ മാച്ച് നമ്പർ 16 എറണാകുളത്തെ കൊച്ചിയിലെ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സോ ഹാഫ് ടൈം ഹിയർ ഇൻ ദ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം. ഇറ്റ് ഈസ് ഫോർസ കൊച്ചി 0 ആൻഡ് കാലിക്കറ്റ് FC 4. We'll come to that. സോ 2ാം പകുതി ആരംഭിക്കുന്നു. DD മലയാളത്തിലും sports.com ചാനലിലും മലയാളം കളി വിവരണത്തോടെ തത്സമയം കൊച്ചിയിൽ നിന്നും. വീണ്ടും ലെൻഡുങ്കൽ ഒരു ഫ്രീ ബോളാണ് നൽകുന്നത്. ചാൻസ് പ്രശാന്തിന് തന്റെ 2ാമത്തെ ഗോൾ ഈ മത്സരത്തിൽ നേടാവുന്ന ഒരവസരമായിരുന്നു. നല്ലൊരു പാസ് ലെൻഡുങ്കൽ ബോക്സിനകത്തേക്ക് നൽകുകയാണ് പ്രശാന്തിന്. ബോക്സിനകത്ത് അങ്ങനെ ക്ലീൻ ഷീറ്റുമായി പോകണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് വാൻ കെസൽ. ഫോർസ കൊച്ചി എഫ്സിക്ക് വേണ്ടി വാൻ കെസൽ എന്ന ഡച്ച് താരം ഈ മത്സരത്തിലെ ആദ്യ ഗോൾ നേടുന്നു. മലപ്പുറം 4-1 കൊച്ചിയിൽ ജയിച്ചത്. 5 ഗോളുകൾ പിറന്ന മത്സരത്തിന്റെ അതേ സ്കോർ ലൈൻ, ഡിറ്റോ സ്കോർ ലൈൻ ആണ് ഇപ്പോൾ 74-ാം മിനിറ്റിൽ കൊച്ചിയിൽ. കാലിക്കറ്റ് 4 ഫോർസ 1. ലെൻഡുങ്കൽ 1 vs 2. ലെൻ ബോക്സിനകത്ത് സ്റ്റിൽ ലെൻ. അവിടെ ഗോൾ കീപ്പറെ തെറിച്ച പന്ത് എടുക്കാൻ വേണ്ടി ലെന്ന് 2ാമത് ശ്രമിക്കുമ്പോൾ ഗോൾ കീപ്പറെ ചാലഞ്ച് ചെയ്യുന്നു. ഫോർസയുടെ ഗോൾ കീപ്പർ റഫീഖിന് അവിടെ പരിക്കേറ്റിരിക്കുന്ന കാഴ്ച. ഓഫ് സൈഡാണ്. പ്രശാന്താണ് വീണ്ടും ഓഫ് സൈഡിലേക്ക് പോകുന്നത്. ഓഫ് സൈഡ് വിളിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ പ്രശാന്തിനെതിരെ ആസിഫ് അകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. ലെഫ്റ്റ് തന്നെയാണ് ഓപ്ഷൻ. ആസിഫ് മുഹമ്മദ് ഖാൻ എന്ന 36-ാം നമ്പർ ജേഴ്സിക്കാരന്റെ ഒരു മികവ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റ്. ഒടുവിൽ ആ പന്ത് വലയിലേക്ക് തട്ടിയിടുന്ന ലെൻഡുങ്കൽ തന്റെ ആദ്യത്തെ SLK ഗോൾ കുറിക്കുന്നു. ഷെയ്മിൻ ലെൻഡുങ്കലും സ്കോറർമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ what a brilliant assist.
And now ഇറച്ചി പത്തിരി. ദാ വരുന്നു ഇറച്ചി പത്തിരി. നല്ല ഒന്നാം തരം ക്യാപ്റ്റൻ പ്രശാന്തിന്റെ 2ാം ഗോൾ, കാലിക്കറ്റ് എഫ്സിയുടെ 6ാം ഗോൾ. ഇതെല്ലാം കയ്യിലിരുന്നിട്ടാണ് ഫോർസ ഈ കളി തോറ്റെന്ന് ഓർക്കുമ്പോഴാണ് വാട്ട് എ ഗ്രേറ്റ് ഗോൾ. ഈ കളിയിൽ പിറന്ന 8 ഗോളുകളിൽ ഏറ്റവും മികച്ച ഗോൾ വാൻ കെസലിന്റെ 2ാം ഗോൾ. ഏതായാലും ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. തുടർച്ചയായ 2ാം മത്സരത്തിലും, അതായത് തുടർച്ചയായ 6ാം മത്സരത്തിലും ഫോർസ കൊച്ചിക്ക് തോൽവിയാണ്. ഹോം ഗ്രൗണ്ടിൽ തുടർച്ചയായ മത്സരങ്ങളിൽ 4-ലേറെ ഗോളുകൾ. ഫുൾ ടൈം ഇൻ കൊച്ചി. ഇറ്റ് ഈസ് ഫോർസ കൊച്ചി FC 2 ആൻഡ് കാലിക്കറ്റ് FC 6.